ട്രംപിന്റെ തീരുവശാപം അനുഗ്രഹമാക്കി ഇന്ത്യ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യക്ക് റെക്കോർഡ് വളർച്ച. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ കടൽ വിഭവങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ നടപടി രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്ന ആശങ്കകൾ അസ്ഥാനത്താക്കി. ഈ തീരുവ പ്രഹരം ഒരു അവസരമാക്കി മാറ്റി ഇന്ത്യൻ കയറ്റുമതിക്കാർ നടത്തിയ തന്ത്രപരമായ നീക്കം മേഖലയ്ക്ക് പുതിയ ഊർജം പകർന്നിരിക്കുകയാണ്. തീരുവ ഏർപ്പെടുത്തിയതോടെ US മാത്രം ആശ്രയിച്ചിരുന്ന രീതി മാറ്റി ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചുവടുമാറ്റിയാണ് ഇന്ത്യ ഈ പ്രതിസന്ധി മറികടന്നത്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 5 മാസങ്ങളിൽ രാജ്യത്തിന്റെ ചെമ്മീൻ കയറ്റുമതി 18% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ വളർച്ചയുടെ സിംഹഭാഗവും US ഇതര വിപണികളിൽ നിന്നാണ്. നിലവിൽ ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതിയുടെ 57% വിയറ്റ്നാം, ചൈന, റഷ്യ, ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ്. ഇത് മുമ്പ് 51% മാത്രമായിരുന്നു. പുതിയ തീരുവ വന്നതോടെ ഇക്വഡോർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചെമ്മീനോട് മത്സരിക്കാൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കയറ്റുമതി കേന്ദ്രങ്ങളെ ഇത് സാരമായി തന്നെ ബാധിച്ചിരുന്നു. ചെമ്മീൻ സംസ്കരണവും ശീതീകരണ സംഭരണവും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ വിപണിയിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നിർണായക വിജയം നേടാനായി. ഗുണമേന്മയിൽ കടുംപിടുത്തമുള്ള യൂറോപ്പിലേക്ക് കടൽ വിഭവങ്ങൾ വിൽക്കാൻ 102 ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 8 കമ്പനികളും ഉൾപ്പെടുന്നു. ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ അനുമതിയുള്ള കേരളത്തിലെ യൂണിറ്റുകളുടെ എണ്ണം 101 വർഷങ്ങളായി ഇന്ത്യൻ കടൽ വിഭവങ്ങൾക്ക് ഭാഗികമായി അടഞ്ഞു കിടന്നിരുന്ന ഒരു പ്രധാന വിപണിയാണ് ഇതോടെ തുറന്നു കിട്ടിയത്. റഷ്യയിലേക്കുള്ള കയറ്റുമതിക്ക് 25 ഇന്ത്യൻ കമ്പനികൾക്ക് അനുമതി അന്തിമഘട്ടത്തിലാണ്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 2 യൂണിറ്റും ഉൾപ്പെടും. ഇവയ്ക്ക് പുറമെ UAE വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള ചർച്ചകളും നടന്നു വരികയാണ്. ഒരു പ്രത്യേക വിപണിയെ മാത്രം അമിതമായി ആശ്രയിച്ചിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതിയെ വൈവിധ്യവൽക്കരിച്ച തന്ത്രമാണ് ഇന്ത്യക്ക് ഗുണകരമായത്. 2024-25 സാമ്പത്തിക വർഷം കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 7,133 കോടി രൂപയുടേതായിരുന്നു. US കുരുക്ക് കാരണം നടപ്പ് സാമ്പത്തിക വർഷ കയറ്റുമതിയിൽ കാര്യമായ മുന്നേറ്റം ഒന്നും ഉണ്ടാകില്ല എന്ന് നിരീക്ഷിച്ചു വരുന്നത്. 2024-25 സാമ്പത്തിക വർഷം കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 7,133 കോടി രൂപയുടേതായിരുന്നു. US കുരുക്ക് കാരണം നടപ്പ് സാമ്പത്തിക വർഷം കയറ്റുമതിയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകില്ല എന്നാണ് കയറ്റുമതി സമൂഹം പറയുന്നത്. പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം 2026-27 സാമ്പത്തിക വർഷത്തോടെ പ്രകടമാകുമെന്നാണ് സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വിലയിരുത്തുന്നത്. പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം അമേരിക്കൻ തീരുവയുടെ ആഘാതം ലഘൂകരിക്കുക മാത്രമല്ല, ആഗോള തലത്തിൽ ഇന്ത്യൻ കടൽ വിഭവ മേഖലയുടെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു. ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഇന്ത്യയുടെ കയറ്റുമതിയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നെങ്കിലും അത് ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് സ്വയം മെച്ചപ്പെടുത്താനും കൂടുതൽ വലിയ വിപണികൾ കണ്ടെത്താനുമുള്ള ഒരു അവസരമായി മാറി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.